ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിലേക്കാണ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണിത്. പ്രേഷ്യൻ, ഒട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യാ മാതൃകകൾ കൂടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ് താജ്മഹൽ. താജ്മഹലിൽ വർഷം തോറും 2 മുതൽ 4 ദശലക്ഷം ആളുകൾ സന്ദർശിക്കുന്നതായിട്ടാണ് കണക്ക്. ഇതിൽ 2 ലക്ഷത്തിലധികം വിദേശികളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് തണുപ്പുകാലമായ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ്. പുക വമിക്കുന്ന മലിനീകരണ വാഹനങ്ങൾക്ക് താജ്മഹലിൻ്റെ അടുത്ത് പ്രവേശനമില്ല. സന്ദർശകർ നടന്നെത്തുകയോ സൈക്കിൾ റിക്ഷ മുതലായ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമല്ലാത്ത വാഹനങ്ങൾ ഉപയോഗിച്ചോ എത്തണം. താജ്മഹലിന് തെക്ക് ഭാഗത്തുള്ള ചെറിയ പട്ടണം താജ്ഗഞ്ച് എന്നറിയപ്പെടുന്നു. മുംതാസ് ബാദും എന്ന് പറയാറുണ്ട്. മുഗൾ കാലഘട്ടത്തിൽ ഒരു ചന്തയായി പണിതീർത്ത ഇവിടം ഇന്നും അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു. സന്ദർശന സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. വെള്ളിയാഴ്ചകളിൽ മുസ്ലിം പ്രാർത്ഥനാ സമയത്ത് അടച്ചിടാറുണ്ട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ. പൗർണമി നാളുകളിലും അതിന് മുൻപും പിൻപുമായി 2 ദിവസങ്ങൾ ചേർത്ത് മൊത്തം മാസത്തിൽ 5 ദിനങ്ങൾ രാത്രി താജ്മഹൽ തുറക്കാറുണ്ട്. വെള്ളിയാഴ്ചകളിൽ അവധിയായിരിക്കും. റംസാൻ മാസങ്ങളിൽ രാത്രി സന്ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. സുരക്ഷാ കാരണങ്ങളാൽ താജ്മഹലിലേക്ക് വെള്ളം, ചെറിയ ക്യാമറകൾ, മൊബൈൽ ഫോണുകൾ, ചെറിയ പേഴ്സുകൾ എന്നിവ മാത്രമേ കടത്തിവിടുകയുള്ളൂ. ആയിരത്തി 1983 ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെ ഉൾപ്പെടുത്തി. വെണ്ണക്കല്ലിൽ പണിത സൗധമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റു കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ. ഇതിൻ്റെ പണി ഏകദേശം 1632 തുടങ്ങി 1653 തീർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 10,000 തൊഴിലാളികൾ ചേർന്നാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി. കാലത്തിൻ്റെ കവളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ 3ാം ഭാര്യയായിരുന്ന മുംതാസ് മഹൽ 1631 തൻ്റെ 14ാമത്തെ കുട്ടിയായ ഗൗറഹ ബേഗത്തിന് ജന്മം നൽകുന്നതിനിടയിൽ മരിച്ചു. അക്കാലം ഷാജഹാൻ ചക്രവർത്തിക്ക് വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയും ഉള്ള കാലമായിരുന്നു. പക്ഷേ ഭാര്യയുടെ മരണം മൂലം അദ്ദേഹം വളരെ ദുഃഖത്തിലാവുകയായിരുന്നു. മുംതാസ് മഹലുമായുള്ള ഷാജഹാൻ്റെ അഗാധ പ്രേമമാണ് താജ്മഹൽ പണിയാനുള്ള പ്രേരണയെന്ന് കാലാനുസൃത വിവരണങ്ങൾ കാണിക്കുന്നു.
താജ്മഹലിൻ്റെ പണികൾ മുംതാസിൻ്റെ മരണത്തിന് ശേഷം ഉടൻ തന്നെ തുടങ്ങുകയുണ്ടായി. 1648 ഒരു അടിസ്ഥാന ശവകുടീരം പണിതീർത്തു. പിന്നീട് ഇതിനു ചുറ്റുമുള്ള ഉദ്യാനങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും പിന്നീടുള്ള 5 വർഷങ്ങൾ കൊണ്ട് പണിതീർന്നത്. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ താജ്മഹലിൻ്റെ ഒരു ഭാഗം വളരെയധികം ജീർണാവസ്ഥയിലായി. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളും ഭടന്മാരും ചേർന്ന് താജ്മഹലിൻ്റെ ചുവരുകളിൽ നിന്ന് വിലപിടിപ്പുള്ള കല്ലുകളും രത്നങ്ങളും കവർന്നെടുത്തു. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് വൈസ്രോയി താജ്മഹലിൻ്റെ പുനരുദ്ധാരണത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. അദ്ദേഹത്തിൻ്റെ ഉത്തരവനുസരിച്ച് നടന്ന പുനരുദ്ധാരണം 1908 അവസാനിച്ചു. അതോടനുബന്ധിച്ച് അകത്തെ അറയിൽ ഒരു വലിയ ദീപസ്തംഭം സ്ഥാപിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഉദ്യാനം ബ്രിട്ടീഷ് രീതിയിൽ ഇന്ന് കാണുന്ന പോലെ നവീകരിച്ചത്. അടുത്ത കാലങ്ങളിൽ താജ്മഹൽ പരിസ്ഥിതി മലിനീകരണം മൂലം വളരെയധികം ഭീഷണി നേരിടുന്നുണ്ട്. മധുര എണ്ണ കമ്പനിയുടെയും യമുന നദിയിലെ മലിനീകരണം മൂലമുള്ള ആസിഡ് മഴ പ്രഭാവം കൊണ്ടും വെള്ള മാർബിളുകളുടെ നിറം മങ്ങുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ കേന്ദ്ര ടൂറിസം മന്ത്രാലയം മണ്ണ് ഉപയോഗിച്ചുള്ള ഒരുതരം സംരക്ഷണ മാർഗം അവലംബിക്കുന്നുണ്ട്. മൾട്ടാണി മിട്ടി എന്ന പ്രത്യേകതരം മണ്ണ് ഉപയോഗിച്ചാണ് ഈ നവീകരണം നടത്തുന്നത്. 1994, 2001, 2008 വർഷങ്ങളിൽ ഇത് ചെയ്തിരുന്നു.
ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഈ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഗംഗാ നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് യമുന. 1370 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഗംഗയുടെ ഏറ്റവും നീളമേറിയ പോഷക നദിയാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയും യമുനയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. പുതിയ യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോസിൽ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.